ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോ ചായൻ്റെ ഇടിപ്പെരുന്നാളിന് എല്ലാ കാര്യങ്ങളും കൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. 65 രാജ്യങ്ങളിലാണ് സിനിമയുടെ റിലീസായി വരുന്നത്. 42 രാജ്യങ്ങളിൽ ഓൾറെഡി റിലീസ് സെറ്റായി കഴിഞ്ഞു. ഇനിയും ട്രൈ ചെയ്യുന്നു. ഇനിയും 15 ദിവസത്തോളം ബാക്കി. അവിടെയൊക്കെ വിതരണക്കാരനെ തേടുന്നു. ഇതുവരെ ഉള്ളതെല്ലാം ഗംഭീരമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ 42 രാജ്യങ്ങൾ ഉറപ്പിച്ചു. ശ്രീലങ്കയാണ് അവസാനമായി ചാട്ടിൽ വന്നത്. ഇനിയും ഇത്രയും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. പോസ്റ്ററുകൾ തകൃതിയായി ഇറങ്ങുന്നു. ഹൈപ്പിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്നു. ഇവിടെ ടർബോയുടെ ട്രെയിലർ എപ്പോൾ വരുമെന്നുള്ളൊരു ചോദ്യമാണ്. ടർബോയുടെ ട്രെയിലർ വരുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17-ാം തീയതിയാണ് എന്നുള്ളതാണ്. 12-ാം തീയതിക്കും 18-ാം തീയതിക്കും ഇടയിലുള്ള ഏത് ദിവസവും റിലീസ് ചെയ്യാമെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 17-ാം തീയതി ആയിരിക്കും. 16-ാം തീയതി ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ. ആ സിനിമയ്ക്ക് ശേഷമായിരിക്കും. കാരണം അങ്ങനെ ഒരു ട്രെയിലർ മുന്നേ ഇറക്കുമ്പോൾ ആ സിനിമയെ അത് ബാധിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രെയിലർ ഒന്ന് മാറ്റിവെക്കുന്നത്. അതെ, നല്ലൊരു കാര്യത്തിൽ തന്നെയാണ്. ഒരാളുടെ സിനിമ ഇറങ്ങുമ്പോൾ മറ്റൊരാൾ അതിനുവേണ്ടി കാത്തുവെക്കുന്നു. പലപ്പോഴും നമ്മൾ കാണാത്ത ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെയാണ് ഇറക്കുന്നതെങ്കിൽ അത് മികച്ച തീരുമാനം തന്നെയാണ്. നമുക്കറിയാം ഇതിൽ സമയപരിമിതികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ആരാധകരുടെ വാശിയുണ്ട്, ആരാധകരുടെ ആവേശമുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഇതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ട് വിലയിരുത്തണമെന്നുണ്ട്. നമുക്കറിയാം ടീസർ ഇല്ല എന്നുള്ളൊരു കാര്യം ഈ സിനിമയ്ക്ക്. പക്ഷേ പ്രമോഷൻസൊക്കെ ഓവർസീസിലും കാര്യങ്ങളിലുമൊക്കെ ഗംഭീരമായി നടക്കുന്നു. ആരാധകർ അവരുടെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ ഗംഭീരമായി ചെയ്യുന്നു. ഫാൻ ഷോസ് ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുബായിൽ വരെ ഫാൻ ഷോസ് ഉണ്ട്. ഇനി പല രാജ്യങ്ങളിലും ഉണ്ടാകുമെന്നും അറിയുന്നു. എന്താണേലും മികച്ച രീതിയിൽ പോകുമ്പോൾ ട്രെയിലറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായും 12-ാം തീയതിക്ക് ശേഷമാണ് ഇതിൻ്റെ ട്രെയിലർ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളിൽ എനിക്ക് മനസ്സിലാകുന്നത് 17-ാം തീയതി ആയിരിക്കും. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ അതിനു വേണ്ടി ഒന്ന് മാറുന്നു എന്നുള്ളതാണ് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ ഏത് സമയത്തും ഇറക്കാമായിരിക്കാം. കാരണം സമയപരിമിതികൾ മാത്രം കയ്യിലെടുത്ത്. പക്ഷേ 17-ാം തീയതി എടുക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമ വിജയമോ അല്ലെങ്കിൽ എങ്ങനെയോ അല്ലെങ്കിൽ ആ രീതി ഒന്നുമല്ല. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും കൂടെ കാണുന്നു. ഇന്നത്തെ കാലത്ത് പല സിനിമകൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണ്ടതാണ്. ആവേശം ഇറങ്ങിയപ്പോൾ ഒപ്പം ഇറങ്ങിയ സിനിമ പറഞ്ഞു, അല്ലെങ്കിൽ അതിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു, സിനിമ ലാഗാണ് ആവേശം എന്നുള്ളത്. അമ്മാതിരി ഉള്ള ചർച്ചാ വിഷയങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ മമ്മൂട്ടിയും ഒരു കരുതലെടുക്കുന്നുണ്ടെങ്കിൽ അത് ഗംഭീരമെന്ന് തന്നെ. കാരണം ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. 100% നമുക്ക് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രസ്ഥാനം നല്ല ക്വാളിറ്റി സിനിമ തരുമ്പോൾ അവരുടെ ബിഹേവിയറും അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.